ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് C++ലെ ഫങ്ഷൻ എന്ന് പറയുന്ന പാഠഭാഗത്തിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഈ വീഡിയോയിൽ നമ്മൾ ഫങ്ഷൻസിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങളെ കാണുന്നതെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മതി. അതുപോലെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഒരു വീഡിയോസും നിങ്ങൾക്ക് മിസ്സായി പോവുകയില്ല. അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യുക. ഓക്കെ, കം ടു ദ വീഡിയോ. ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് വിച്ച് വിൽ പെർഫോം എ പർട്ടിക്കുലർ ടാസ്ക് ആണ്. ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാനുള്ള ഒരു കൂട്ടം സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നമ്മൾ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഈ ഫങ്ഷൻ ഒരു പ്രത്യേക ടാസ്ക് നമ്മൾ ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നു, അല്ലേ? കുറേ കാര്യങ്ങൾ നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നു. ആ ഇൻപുട്ട് കൊടുത്ത ആ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കുറച്ച് ഓപ്പറേഷൻസ്, സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്തിട്ട് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടുന്നു, ഒരു ഉത്തരം കിട്ടുന്നു. ഇതാണ് ഫങ്ഷന്റെ പണി. ഇനി ഫങ്ഷനുകളെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ there are two types of functions. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ അല്ലെങ്കിൽ ബിൽട്ട് ഇൻ ഫങ്ഷൻ എന്ന് പറയാം. അതാണ് ഫസ്റ്റ് കാറ്റഗറി. രണ്ടാമത്തെ കാറ്റഗറി യൂസർ ഡിഫൈൻഡ് ഫങ്ഷൻ. ഇങ്ങനെ രണ്ട് ടൈപ്പ് ഫങ്ഷൻസ് ആണ് C++ൽ നമുക്ക് പഠിക്കാനുള്ളത്. പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ, അതാണ് ഫസ്റ്റ് കാറ്റഗറി. അതിന് മറ്റൊരു പേരാണ് ബിൽട്ട് ഇൻ ഫങ്ഷൻ. നമ്മൾ സാധാരണ വലിയ ആഘോഷങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടി പോകാറില്ലേ? അല്ലെ, ഡ്രസ്സ് എടുക്കാനൊക്കെ പോകാറുണ്ട്. ഈ ഡ്രസ്സ് എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഈ +2 പഠിക്കുന്ന കുട്ടികളൊക്കെ എപ്പോഴാണ് ഡ്രസ്സ് എടുക്കാൻ പോവുക? ഏതാണോ ആഘോഷം, ആ ആഘോഷത്തിൻ്റെ തലേ ദിവസം നമ്മൾ പോകുന്നു. ആ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. അത് നമുക്ക് കറക്റ്റ് ഫിറ്റ് ആണോ എന്ന് നമ്മൾ നോക്കുന്നു, അല്ലേ? അത് വാങ്ങുന്നു, നമ്മൾ പിറ്റേ ദിവസം മുതൽ ഉപയോഗിക്കുന്നു. അത്തരം ഡ്രസ്സുകൾ നമ്മൾ എന്താ പറയല്? റെഡിമെയ്ഡ് ഡ്രസ് എന്നാ പറയല്. അതേപോലത്തെ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഫങ്ഷൻസ് ആണെന്ത്? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. ആ പ്രോഗ്രാമിൽ എന്തൊക്കെ കോഡാണ് എഴുതിയിരിക്കുന്നത് എന്ന് നമ്മൾ അറിയേണ്ട ആവശ്യമില്ല. അതെങ്ങനെ വർക്ക് ചെയ്യുന്നത് എന്ന് നമ്മൾ അറിയേണ്ട കാര്യമില്ല. പിന്നെ എന്ത് മതി? നമ്മൾ ജസ്റ്റ് വാങ്ങുക, ഉപയോഗിക്കുക. അത്രയും എളുപ്പമുള്ള ഫങ്ഷൻസ് ആണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻസ് ഓർ ബിൽട്ട് ഇൻ ഫങ്ഷൻസ്. അപ്പോൾ ഈ ബിൽട്ട് ഇൻ ഫങ്ഷൻ അല്ലെങ്കിൽ പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നതിന്റെ ഡെഫിനിഷൻ നമുക്ക് എങ്ങനെ പറയാം? ദീസ് ആർ ദ ഫങ്ഷൻസ് വിച്ച് ആർ ഓൾറെഡി റിട്ടൺ. ആ ഫങ്ഷന്റെ പ്രോഗ്രാംസ് ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ആൻഡ് ഡീബഗ്ഡ്, അതെന്ത് ചെയ്തിട്ടുണ്ട്? ആ എററുകളൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ് കമ്പൈൽഡ്, അത് കമ്പൈൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ആർ സ്റ്റോർഡ് ഇൻ ഹെഡർ ഫയൽസ്, എന്നിട്ടോ ഒരു പ്രത്യേക ഹെഡിന്റെ താഴെ അവ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരം ഫങ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയാം. ഓക്കെ, ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ. The functions which are already written, debugged and compiled and are stored in header files are called predefined function. ഒരു പ്രത്യേക ഹെഡ് സെക്ഷനിൽ, ഒരു ഹെഡർ ഫയലിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന, ഓൾറെഡി എഴുതിയ, ഡീബഗ് ചെയ്ത, കമ്പൈൽ ചെയ്ത ഫങ്ഷൻസിനെയാണ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ നമുക്കിതിന് സിമ്പിളായിട്ട് എന്ത് പറയാം? ഷോർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം? റെഡി ടു യൂസ് സബ് പ്രോഗ്രാംസ് ആർ കാൾഡ് പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ. റെഡി ടു യൂസ് സബ് പ്രോഗ്രാംസിനെയാണ് നമ്മൾ എന്ത് പറയാ? പ്രീ ഡിഫൈൻഡ് ഫങ്ഷൻ എന്ന് പറയാം. ശരിക്ക് ഡെഫിനിഷൻ കംപ്ലീറ്റ് പഠിക്കാൻ പറ്റുന്ന വിദ്യാർത്ഥികൾ അങ്ങനെ തന്നെ പഠിച്ചോളാം. അതല്ല, അത്ര
ആൻസർ ഉണ്ട് കഴിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്ന് നമ്മൾ പറയലില്ലേ? അതുപോലെ എന്ത് ചെയ്യുക, ഈ ചെറിയ ഡെഫിനിഷൻ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ബിൽട്ട് ഇൻ ഫംഗ്ഷൻ എന്താന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരോ ഹെഡർ ഫയലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫംഗ്ഷൻസ് ആണ് ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഇനി രണ്ടാമത്തെ കാറ്റഗറിയാണ് എന്ത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ദീസ് ആർ ദ ഫംഗ്ഷൻസ് വിച്ച് ആർ ഡിഫൈൻഡ് ബൈ ദ യൂസർ. പ്രോഗ്രാം എഴുതുന്ന ആള് ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് അയാൾ സ്വന്തമായിട്ട് എഴുതി ഉണ്ടാക്കുന്ന പ്രോഗ്രാം അല്ലെങ്കിൽ ഫംഗ്ഷൻ ആണെന്ത്, യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അപ്പോൾ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ നമ്മൾ പ്രോഗ്രാമേഴ്സ് ഉണ്ടാക്കുന്നതാണ്, ഡിഫൈൻഡ് ബൈ ദ യൂസർ. അതാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻസ്. ദീസ് ആർ ദ ഫംഗ്ഷൻസ് ഡിഫൈൻഡ് ബൈ ദ യൂസർ. യൂസർ ഉണ്ടാക്കുന്ന ഫംഗ്ഷനാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. അങ്ങനെ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ യൂസറിന് ഉണ്ടാക്കണമെങ്കിൽ ഒരു സിൻടാക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് ഈ വരുന്ന വീഡിയോസിൽ നമ്മൾ പറയും. അപ്പോൾ ഈ രണ്ട് കാറ്റഗറിയാണ് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ആയിട്ടുള്ളത്. ഒന്ന് പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻ, മറ്റൊന്ന് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, മനസ്സിലാകുന്നുണ്ടോ? ഇനി നമ്മൾ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനാണ് നമ്മൾ ആദ്യമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഈ പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് വിവിധ കാറ്റഗറീസ് ഉണ്ട്. അത് ഒന്നാമത്തെ കാറ്റഗറിയാണ് കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. രണ്ടാമത്തെ കാറ്റഗറിയാണ് സ്ട്രീം ഫംഗ്ഷൻ ഫോർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ. മൂന്നാമത്തെ കാറ്റഗറിയാണ് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ. അതുപോലെ അടുത്ത കാറ്റഗറി ക്യാരക്ടർ ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷൻ. ഇങ്ങനെ വിവിധ കാറ്റഗറികളായിട്ട് എന്തുണ്ട്, പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷൻസ് ഉണ്ട്. ഈ ഫംഗ്ഷൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഒരു പ്രത്യേക ഹെഡർ ഫയൽസിലാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആദ്യത്തെ കാറ്റഗറിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട്. ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനും അതുപോലെ ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാനും വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ്, അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാനും വേണ്ടി ഉദ്ദേശിക്കുന്നത്. കൺസോൾ ഫംഗ്ഷൻ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസിലൂടെ ഇൻപുട്ട് ചെയ്യുകയും സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയ മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണ് കൺസോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് കീബോർഡാണ്. ആ കീബോർഡിലൂടെ നമ്മൾ ഡാറ്റ കൊടുക്കുന്നു. അതുപോലെ സ്റ്റാൻഡേർഡ് ഔട്ട്പുട്ട് ഡിവൈസ് ആയ മോണിറ്ററിൽ ഡാറ്റ ഡിസ്പ്ലേ ചെയ്യുന്നു. അതിനുപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഓക്കെ, ഈ കാറ്റഗറി കൺസോൾ ഫംഗ്ഷൻസ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് CSTDIO ആണ്. CSTDIO. അപ്പൊ ഇനി പറയാൻ പോകുന്ന രണ്ട് ഫംഗ്ഷനിൽ ഏതെങ്കിലും ഒന്നോ അല്ലെങ്കിൽ രണ്ടുമോ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ there must be the header file CSTDIO. അത് നമ്മൾ എവിടെ എഴുതുക, ഹാഷ് ഇൻക്ലൂഡ് IOStream എന്ന് നമ്മൾ സാധാരണ എഴുതും. അതിനുശേഷം നമ്മൾ എന്ത് എഴുതിയാൽ മതി, ഹാഷ് ഇൻക്ലൂഡ് CSTDIO എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇതാണ് കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ടിന്റെ ഹെഡർ ഫയൽ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെഡർ ഫയൽ. ഇനി ഈ കാറ്റഗറിയിൽ നമുക്ക് രണ്ട് ഫംഗ്ഷനാണ് പഠിക്കാനുള്ളത്. ഒന്നാമത്തെ ഫംഗ്ഷൻ ഗെറ്റ് ക്യാരക്ടർ. എന്തിനാണ് ഗെറ്റ് ക്യാരക്ടർ? ഗെറ്റ് കാർ. നമ്മൾ ഇങ്ങനെയാണ് ആ ഫംഗ്ഷൻ ചെയ്തത്, ഗെറ്റ് കാർ. ഫംഗ്ഷൻ ആയതുകൊണ്ട് അവസാനം എന്ത് വേണം, ഒരു പാരന്തസിസ് വേണം. ഈ പാരന്തസിസ് എന്തിനാ, ആർഗ്യുമെന്റ് കൊടുക്കാൻ. ഇവിടെ കൊടുക്കുന്ന വാല്യൂ ചിലപ്പോൾ ഒരു വാല്യൂ ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ രണ്ടോ മൂന്നോ വാല്യൂസ് ഒക്കെ നമ്മൾ കൊടുക്കാം. ഇതിന് നമ്മൾ പറയുന്ന പേര്, ആ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ അതിൽ നമ്മൾ കൊടുക്കല് ആർഗ്യുമെന്റ്സ് അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എന്ന് പറയും. ഓക്കെ, ആ ഫംഗ്ഷൻ വർക്ക് ചെയ്യാൻ ആവശ്യമായ കാര്യങ്ങളാണ് നമ്മൾ അവിടെ കൊടുക്കുക. അപ്പൊ ഈ ആർഗ്യുമെന്റ്സ് കൊടുക്കാനുള്ള സ്ഥലമാണ് ഈ ബ്രാക്കറ്റ്. ഇത് എപ്പോഴും എംപ്റ്റി ആയിക്കൊള്ളുന്നില്ല. അല്ലെ, നമ്മൾ മെയിൻ എന്ന് പറയുന്ന ഫംഗ്ഷൻ കേട്ടിട്ടില്ലേ? നമ്മളെപ്പോഴും കേട്ടൊരു സാധനമാണ് ഫംഗ്ഷൻ. മെയിനും ഇതേപോലത്തെ ഒരു ഫംഗ്ഷനാണ്, ഒരു എസെൻഷ്യൽ ഫംഗ്ഷനാണ് C++ന്റെ മെയിൻ ഇല്ലാതെ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ഒരിക്കലും നടക്കൂല. എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം വിൽ സ്റ്റാർട്ട് ഫ്രം ദ മെയിൻ. അവിടെ എന്തുണ്ട്, പാരന്തസിസ് ഉണ്ട്. അതേപോലെ ഇവിടെ ഗെറ്റ് ക്യാരക്ടറിന് എന്തുണ്ട്, പാരന്തസിസ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഒരു ഫംഗ്ഷൻ ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്യൽ നമ്മൾ ഈ പാരന്തസിസ് കണ്ടാൽ നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു ഫംഗ്ഷൻ ആണ് അല്ലെ. എക്സിറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ പഠിച്ചിരുന്നു നേരത്തെ. അതിനൊക്കെ നമുക്കൊരു ബ്രാക്കറ്റ് ഉണ്ടാവും, പാരന്തസിസ് ഉണ്ടാവും. ബ്രാക്കറ്റ് നമ്മൾ ജനറൽ ആയിട്ട് പറയും, നമ്മൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ബേസിൽ പറയുമ്പോൾ പാരന്തസിസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ ഗെറ്റ് ക്യാരക്ടർ എന്തിനാണ് ഗെറ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ? ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ ക്യാരക്ടർ ടു എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിലേക്ക് ഒരു ക്യാരക്ടർ, ഒരു സിംഗിൾ ക്യാരക്ടർ ഇൻപുട്ട് കൊടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് ഗെറ്റ് ക്യാരക്ടർ. ഇപ്പൊ ഗെറ്റ് ക്യാരക്ടർ എന്തിനാ? ഗെറ്റ് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു ഇൻപുട്ട് എ സിംഗിൾ ക്യാരക്ടർ ടു എ പ്രോഗ്രാം. ഓക്കെ, ഇനി ഈ ഗെറ്റ് ക്യാരക്ടർ എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മൾ എങ്ങനെയാണ് ജനറൽ ആയിട്ട് ഉപയോഗിക്കൽ? എങ്ങനെയാണ് അത് ഉപയോഗിക്കല്? അതിന്റെ യൂസേജ് എന്ന് പറയുന്നത് ക്യാരക്ടർ CH equal to get character. Character CH equal to get character. നമ്മൾ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എന്താകും? This get character function will receive a character from the keyboard and store in the variable CH. Get character function will receive a character from the keyboard. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ആയ കീബോർഡിൽ നിന്നും ഒരു ക്യാരക്ടർ റിസീവ് ചെയ്തിട്ട് അത് ഏത് വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കും? CH എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ്, അതിന്റെ യൂസേജ് നമ്മൾ ഇങ്ങനെയാണ് എഴുതുക. അതിന്റെ എന്താണ് ഈ സ്റ്റേറ്റ്മെന്റ് കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഗെറ്റ് ക്യാരക്ടർ. ഓക്കെ, ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പുട്ട് ക്യാരക്ടറാണ്. ഇനി നേരത്തെ പറഞ്ഞ അതേപോലെ ഗെറ്റ് ക്യാരക്ടർ ഇൻപുട്ട് ചെയ്യാനാണെങ്കിൽ പുട്ട് ക്യാരക്ടർ എന്തിനായിരിക്കും? ഡിസ്പ്ലേ ചെയ്യാനായിരിക്കും. അപ്പൊ പുട്ട് ക്യാരക്ടർ ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ ഓൺ ദ സ്ക്രീൻ ഓർ ഓൺ ദ മോണിറ്റർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്പ്ലേ എ ക്യാരക്ടർ ഓൺ ദ മോണിറ്റർ. മോണിറ്ററിന്റെ മുകളിൽ ഒരു ക്യാരക്ടർ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്? പുട്ട് ക്യാരക്ടർ. ഇനി ഇതിന്റെ യൂസേജ് എങ്ങനെയൊക്കെയാണ്? ഈ പുട്ട് ക്യാരക്ടർ എന്ന് പറയുന്ന ഈ പാരന്തസിന്റെ ഉള്ളിൽ നമ്മൾ ഒരു ആർഗ്യുമെന്റ്, ഒരു പാരാമീറ്റർ കൊടുക്കും. അവിടെ നമ്മളൊരു ക്യാരക്ടർ കൊടുക്കാം, ഒരു വേരിയബിൾ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റും കൊടുക്കാം. അപ്പൊ ഓരോ സമയത്ത് നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടാൻ നോക്കാം. ഇപ്പൊ ഞാൻ ക്യാരക്ടർ CH ഈക്വൽ ടു A, ഒരു വേരിയബിൾ CH എന്ന് പറയുന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, അതിലേക്ക് A എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ സ്റ്റോർ ചെയ്തു. ഇനി ഞാൻ എന്ത് എഴുതി? പുട്ട് ക്യാരക്ടർ ഓഫ് CH. പുട്ട് ക്യാരക്ടർ എന്ന് എഴുതി ആർഗ്യുമെന്റ് ആയിട്ട് എന്ത് കൊടുത്തു? CH എന്ന് കൊടുത്തു. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ CH എന്ന് പറയുന്ന വേരിയബിളിൽ എന്ത് സ്റ്റോർ ചെയ്തോ അത് ഡിസ്പ്ലേ ചെയ്യും. അപ്പൊ ഇവിടെ എന്താ കിട്ടുക? CH എന്ന് പറയുന്ന വേരിയബിൾ ഉള്ളത് എന്താ? ആ A എന്നാണ്. അപ്പൊ ഇവിടെ എന്ത് ഡിസ്പ്ലേ ചെയ്യും? A എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, A എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഇനി വേറൊരു കേസ് എന്ത് കൊടുക്കുന്നു? പുട്ട് ക്യാരക്ടർ എന്ന് പറഞ്ഞ് സിംഗിൾ കൊട്ടേഷന്റെ A എന്ന് കൊടുത്തു, ഡയറക്റ്റ് ആയിട്ട് വേരിയബിൾ കൊടുത്തു. ഇങ്ങനെ കൊടുത്താലും നമുക്ക് എന്ത് കിട്ടും? A എന്ന് പറയുന്നത് ഡിസ്പ്ലേ ചെയ്ത് കിട്ടും. ഓക്കെ, ഇനി അതല്ലാതെ നമ്മൾ പുട്ട് ക്യാരക്ടർ 98 കൊടുത്തു. ഇങ്ങനെ കൊടുത്താൽ ഇവിടെ നമ്മളൊരു കോൺസ്റ്റന്റ് ആണ് കൊടുക്കുന്നത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു നമ്പറിന്റെ ആസ്കി വാല്യൂ ആണ്. ഈ ആസ്കി വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടർ ഡിസ്പ്ലേ. 97 എന്ന് പറയുന്നത് നമ്മൾ സ്മോൾ ലെറ്റർ A റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് 97. അപ്പൊ 98 എന്തായിരിക്കും? സ്മോൾ ലെറ്റർ B ആയിരിക്കും. B. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ B എന്ന് പറയുന്ന ക്യാരക്ടർ ഡിസ്പ്ലേ. ഓക്കെ, അപ്പോൾ പുട്ട് ക്യാരക്ടറിന്റെ 3 രൂപത്തിലുള്ള യൂസേജ്, ഈ 3 രൂപത്തിൽ നമുക്ക് ഇതിനെ ഉപയോഗിക്കാം. വേരിയബിൾ കൊടുക്കാം ആർഗ്യുമെന്റ് ആയിട്ട്, അല്ലെങ്കിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു നമ്പർ, ഒരു കോൺസ്റ്റന്റ് നമ്മൾ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഈ 2 ഫംഗ്ഷനുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ there must be the header file #include cstdio. മനസ്സിലായോ? അപ്പൊ കൺസോൾ ഫംഗ്ഷൻ ഫോർ ക്യാരക്ടർ ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻ ആണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ ഫംഗ്ഷൻ ഏതൊക്കെയാണ്, അത് എന്തിനാണ്, ഓരോന്നിന്റെയും യൂസേജും എക്സാമ്പിൾസും എല്ലാം പറഞ്ഞു. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.